ഹലോ, എൻ്റെ കഴിഞ്ഞ ഒരു ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഞാൻ കുടിച്ചതും കഴിച്ചതുമായിട്ടുള്ള കംപ്ലീറ്റ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും രാവിലെ എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു കുക്കർ മുട്ടക്കറിയായിരുന്നു എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതാ 2 ചൂട് ഇടിയപ്പം എടുത്തിട്ടുണ്ട്. ആ ഇടിയപ്പത്തിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതെന്ന് പറയുന്നത് കുറച്ച് ഒരു ഗ്രേവി കൂട്ടി, അതായത് നമ്മൾക്ക് ഒഴിക്കുന്ന രീതിയിലുള്ള ഒരു മുട്ടക്കറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലുള്ള മുട്ടക്കറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ മുട്ടക്കറി എന്നൊക്കെ പറയുമ്പോഴത്തേനും ഞാൻ എപ്പം മുട്ടക്കറി വെച്ചാലും നമ്മുടെ കറികൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും, പല 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 രീതിയിലാക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പാൽ ചേർത്തിട്ടുള്ള മുട്ടക്കറി ആയിരിക്കാം, ചിലപ്പോൾ പച്ച തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ച് ചേർത്തിട്ടുള്ള മുട്ടക്കറി ആയിരിക്കാം, ചിലപ്പോൾ മഞ്ഞപ്പൊടിയും പച്ചമുളകും ചേർത്തിട്ടുള്ളതായിരിക്കാം, പിന്നെ ഇടയ്ക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളതായിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മുട്ടക്കറി എന്നല്ല, ഏതൊരു കറിയാണെങ്കിലും സെയിം ടേസ്റ്റ് തന്നെ പിടിക്കാതെ ഡിഫറൻറ്റ് ടേസ്റ്റുകൾ ഇങ്ങനെ കറികളുടെ രീതികൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് ബോറടിക്കത്തില്ല. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി തന്നെയായിരുന്നു. അപ്പോൾ കുക്കറിൽ തന്നെ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് കൊണ്ട് തട്ടിക്കൂട്ടി റെഡിയാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, സവോള, അതുപോലെ തന്നെ തക്കാളി, ഗ്രീൻ ചില്ലി, കറിവേപ്പില, ഈ വക ഐറ്റംസൊക്കെ നമ്മൾ കുക്കറിൽ പൊടികളും ചേർത്തിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റി അതിനുശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിൽ ഞാൻ സവോളയൊക്കെ ഒന്ന് വെന്തലിയട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതായത് തക്കാളിയും സവോളയൊക്കെ ഒന്ന് വെന്തലിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 3-4 വിസിൽ കേൾപ്പിച്ചു. നമുക്ക് ഒന്ന് സവോളയൊക്കെ കടിക്കാൻ കിട്ടണം, അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളൊരു ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി ജസ്റ്റ്. അപ്പോൾ നമുക്ക് സവോളയൊക്കെ കാണാനും കടിക്കാനും കിട്ടുകയും ചെയ്യും, സവോള നല്ല സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രൂട്ടായിട്ട് ഒരു 1-2 ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് ഫ്രൂട്ടായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നതും വെറും തട്ടിക്കൂട്ടായിട്ടുള്ള ഒരു ലഞ്ചാണ്. അപ്പോൾ കറികൾ ഇന്ന് ഒന്നുമേ കാര്യമായിട്ട് ഞാൻ കുക്ക് ചെയ്യാത്ത ഒരു ദിവസമാണ്. കുക്കെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി വെച്ചു, അതുകൂടാതെ ലഞ്ചിനായിട്ട് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും കുക്ക് ചെയ്തില്ല. പക്ഷേ കുറച്ച് ചോറും കറിയും ഒക്കെ കഴിക്കാനും തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം എന്നത്തെയും പോലെ ഇന്ന് വെറുതെ മുട്ട ചിക്കി പൊരിക്കുകയല്ല ചെയ്തത്. 2 മുട്ട എടുത്തു. ആ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഹാഫ് സവോളയും കുറച്ച് ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോറ്, പിന്നെ കഴിഞ്ഞ ദിവസത്തെ നെത്തൊലി ഫ്രൈ ചെയ്തത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു തോരൻ, എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു തോരനും ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ മുട്ട ചിക്കിയതും. ഇന്നെന്ന് പറയുന്നത് വളരെ തട്ടിക്കൂട്ടായിട്ടുള്ള ഒരു ലഞ്ചാണ്. പക്ഷെ തട്ടിക്കൂട്ട് ലഞ്ചൊക്കെയാണ്, കറികളൊക്കെ വളരെ കുറവാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വിളമ്പി വന്നപ്പോഴത്തേനും ചോറിനേക്കാളും കൂടുതൽ കറിയായി കാണാൻ പാകത്തിന്. അപ്പോൾ ഞാൻ 2 മുട്ടയൊക്കെ എടുത്ത് ചിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ മക്കൾക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 മുട്ടയാണ് ചിക്കി പൊരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ്. അപ്പോൾ കറികൾ ഒന്നും അധികം ഞാൻ കുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ തട്ടിക്കൂട്ട് ഒപ്പിക്കൽ കറികളുടെ പരിപാടിയിൽ ആണ്. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാനായിട്ട് ഒരു ഹാഫ് സവോളയാണ് എടുത്തത്. അപ്പോൾ ആ സവോളയുടെ ബാക്കി ഹാഫ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബാക്കി ആ ഒരു ഹാഫ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു. അതിലേക്ക് കുറച്ച് കൂടുതൽ വാളംപുളിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനേഗറും ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി പിടിപ്പിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൈകൊണ്ട് തന്നെ അത് ഞെരടണം, നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇട്ട് ഇളക്കരുത്. ഇളക്കുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സവോളയുടെ ആ നീരൊക്കെ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ഒരു തട്ടിക്കൂട്ട് ചമ്മന്തിയുടെ ടേസ്റ്റ്. നോക്കിയേ, ഇന്ന് ഞാൻ ഒന്നുമേ പ്രിപ്പയർ ചെയ്തില്ല.
കുഴപ്പമില്ല. പക്ഷേ കറികൾ കൊണ്ട് ചോറ് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. മുട്ട പൊരിച്ചതായിട്ടും മീൻ പൊരിച്ചതായിട്ടും അതുപോലെ തന്നെ തട്ടിക്കൂട്ട് സവോള മുളക് ചട്നിയായിട്ടും പിന്നെ കുറച്ച് ബീട്രൂട്ട് തോരനും അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത് എനിക്ക് സ്റ്റോക്കാണ്. പക്ഷേ ഞാൻ കറികൾ കുറച്ച് കുറവുള്ള ദിവസങ്ങളിൽ, ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യാത്ത ദിവസങ്ങളിലാവും കൂടുതലും ചമ്മന്തിപ്പൊടി ലഞ്ചിന് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കറികളൊക്കെ കൂടുതൽ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് കറികളൊക്കെ നമുക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ ഞാൻ ചമ്മന്തിപ്പൊടി അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന് ഞാനിങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്കിപ്പം കുക്ക് ചെയ്യാനായിട്ട്, അതായത് കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലും ഒരു മുട്ടയും ചിക്കി പൊരിച്ച് ചമ്മന്തിപ്പൊടി മാത്രം കൂട്ടി ഇതുപോലെ തന്നെ ഒരു സവോളയോ മുളക് പൊടി ഇട്ട് കുറച്ച് വിനേഗറോ വെളിച്ചെണ്ണയോ ഒഴിച്ച് ഒരു ചട്നിയും റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഊണ്, അതായത് ലഞ്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ചോറെടുത്തു. അതിലേക്ക് കുറച്ച് മുട്ട ചിക്കിയതും ഒരു ചെറിയ പീസ് നെത്തോലി ഫ്രൈയും ചമ്മന്തിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ സവോള മുളകിലിട്ടതും അതുപോലെ തന്നെ കുറച്ച് ബീട്രൂട്ട് തോരനും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ സവോള വിനേഗറിലിട്ടത് ഞാൻ ഇടയ്ക്ക് വെളിച്ചെണ്ണയിലും ഞെരടാറുണ്ട്, ഇടയ്ക്ക് വിനേഗറിലും ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സവോള ഉണ്ടല്ലോ, പച്ച സവോളയാണല്ലോ, അപ്പോൾ അതിങ്ങനെ വായിലിങ്ങനെ ചോറിൻ്റെ ഇടയിൽ കിടന്നിട്ട് ചവയ്ക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സവോള എന്ന് പറയുന്ന ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, ഈ ഒരു തട്ടിക്കൂട്ട് സവോള റെസിപ്പി എന്ന് പറയുന്നത് എനിക്ക് ഗോതമ്പ് അട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ രാത്രി വീറ്റ് അട ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ആ വീറ്റ് അടയുടെ കൂടെയൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മുടെ ബട്ടർ കുക്കീസ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരെണ്ണം തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ്, മൈൽഡായിട്ടുള്ള സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട് ബട്ടർ ഫ്ലേവർ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ യമ്മി ആയിട്ടുള്ള ഡിലീഷ്യസ് ബിസ്ക്കറ്റ്. അപ്പോൾ അത് ഒരു 1-2 എണ്ണം എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിക്കാൻ തോന്നി. ഇന്ന് വീക്ക് ഡേയ്സിൽ സാധാരണ ചായ വെക്കലോ കാര്യമായിട്ടുള്ള പൊരിയോ കരിയോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, ഇക്കായും വന്നായിരുന്നു. അപ്പോൾ ഇക്കാക്കും എനിക്കും മക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളും എടുത്ത് കഴിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് നിലക്കടല ഉണ്ടായിരുന്നു, അത് ഞാൻ പുഴുങ്ങി എടുത്തതാണ്. അപ്പോൾ അതും കുറച്ച് കഴിച്ചു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇന്ന് കാര്യമായിട്ട് ചായ വെപ്പോ അതുപോലെ തന്നെ ഒന്നും പൊരിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറച്ചതും കഴിച്ചതും എല്ലാം. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് കൊണ്ട് തന്നെ ഒന്നും കാര്യമായിട്ട് വിശന്നില്ല. അപ്പോൾ ഒരു രാത്രി ഒരു 8-8:30 9 ആയപ്പോഴത്തേനും ഒരു മന്തി കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാനും ഇക്കായും ഞങ്ങൾ 4 പേരും കൂടി അപ്പോൾ തന്നെ റെഡിയായി. മന്തി കഴിക്കാനായിട്ട് നമ്മൾ ദൂരോട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത് വർസാനിൽ ഇപ്പോൾ കൂണ് പോലെ ചെറിയ റെസ്റ്റോറൻറ്റ്സും കഫ്റ്റീരിയാസും ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തെങ്ങാണ്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റാണെന്ന് കേട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വീറ്റ് മാംഗോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നമ്മുടെ റൂമിൽ ജസ്റ്റ് 5 മിനിറ്റ്സ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ അവിടെ പോയി ആദ്യം അവർ കുറച്ച് വെജിറ്റബിൾസ് സാലഡായിട്ട് തന്നു. പിന്നെ കുറച്ച് സൂപ്പും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ സാറയൊക്കെ സൂപ്പ് ഊതി നല്ല ചൂട് സൂപ്പ് കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മട്ടൻ മന്തിയാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മട്ടൻ മന്തി ലവ്വറല്ല. ഞാൻ മന്തി കഴിക്കുകയാണെങ്കിൽ ഞാൻ എന്നും ചൂസ് ചെയ്യുന്നത് ചിക്കൻ മന്തി തന്നെയാണ്. പിന്നെ ഇക്കാക്ക് മട്ടൻ മന്തിയാണ് ഇഷ്ടം. പിന്നെ എന്താ പറയുക, എന്നും ഈ ചിക്കൻ മന്തി കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഇക്കാടെ കൂടെ കമ്പനി കൂടി മട്ടൻ മന്തി കഴിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് വേറെ ചിക്കൻ മന്തിയായിട്ടൊന്നും ഓർഡർ ചെയ്തില്ല. അപ്പോൾ ഒരു മട്ടൻ മന്തി അത് തന്നെയാണ് ഞാനും കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നമ്മുടെ ടൊമാറ്റോ സൽസായും അതുപോലെ തന്നെ കേടും പിന്നെ അതിൻ്റെ കൂടെ പിന്നെ മയോണൈസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അറബിക് ടൈപ്പ് മന്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ മയോണൈസ് എന്ന് പറയുന്നത് വലിയ ചേർച്ചയില്ല. അപ്പം കുറച്ച് കേടും കുറച്ച് ടൊമാറ്റോ സൽസയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പൊതുവേ അറബിക് മന്തി കഴിക്കൽ. സാധാരണ നമ്മുടെ സംസം റെസ്റ്റോറൻറ്റ് പോലത്തെ മന്തി സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്ക് ഒരു വത്തൽ മുളക് ചട്നി, ഒരു സ്പൈസി ചില്ലി ചട്നി
ചട്നിയൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് പിക്കിളുണ്ട്. അങ്ങനെ പല 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 കോമ്പിനേഷൻസ് ഉണ്ട്. എന്താണേലും ഈ ഒരു സ്വീറ്റ് മാംഗോയിൽ ഈ ഒരു മന്തി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ട്രൈ ആണ്. എനിക്ക് സ്വീറ്റ് മാംഗോനെ കുറിച്ചുള്ള മന്തിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഒരു നോർമൽ മന്തി അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കഴിച്ചപ്പോഴത്തേനും അത്ര സൂപ്പറായിട്ടോ അത്ര ടേസ്റ്റി ആയിട്ടോ ഒന്നും തോന്നിയില്ല. അപ്പം എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് റൈസ് എടുത്തു, പിന്നെ ഒരു മട്ടൻ്റെ ഒരു ലെഗ് പോലത്തെ ഒരു പീസ് എടുത്തു, പിന്നെ കുറച്ച് ടൊമാറ്റോ ചട്നി എടുത്ത്, പിന്നെ കുറച്ച് മയോണൈസ് എടുത്തു, പിന്നെ ഞാൻ മട്ടൻ്റെ കുറച്ച് പീസും കൂടി എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ എന്താ പറയുക, അറബിക് മന്തി കഴിക്കാനായിട്ട് സംസം മന്തി റെസ്റ്റോറൻറ്റിലോ അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പല റെസ്റ്റോറൻറ്റ്സിലാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ മന്തി കഴിക്കാനായിട്ട് നമ്മൾ പോകുന്നത് അറേബ്യൻ മജ്ലിസ് അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് പിന്നെ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ജസ്റ്റ് പോയതാണ്. ഓക്കെയാണ്, അല്ലാതെ ഞാൻ ഭയങ്കര സൂപ്പറാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസിനൊന്നും റെക്കമെൻഡ് ചെയ്യാം അത്രയ്ക്കുള്ള ഒരു ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്കുള്ളതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ച് ഫ്രൈഡ് ഒണിയനും ഒക്കെ ചേർത്തിട്ട് ഞാൻ ആ റൈസ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ റിബ്സ് വെച്ചിട്ടുള്ള മട്ടൻ റിബ്സും അതുപോലെ തന്നെ മട്ടൻ ലെഗ്സും ഒക്കെ വെച്ചിട്ടുള്ള പീസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചില്ലുകൂട്ടിൽ 2-3 കൂട്ടം കുറച്ച് കൂട്ടം സ്നാക്സ് ഇരിക്കുന്നത് കണ്ട്. അപ്പോൾ സ്നാക്സ് ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേനും ഞാനിപ്പോൾ എനിക്ക് മുളക് ബജി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ അവരൊരു ചില്ലി ചട്നി ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ 1-2 മുളക് ബജി വാങ്ങിച്ചു. പിന്നെ വേറെ നമ്മുടെ പൊരിച്ച പത്തിരി ഉണ്ടല്ലോ, അത് വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ അതും കൂടി ഒന്ന് എടുത്തു. ചായയും കാര്യങ്ങളൊന്നും വേണ്ട, കാര്യം മന്തി കഴിച്ചല്ലോ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് ചില്ലി ചട്നിയിലൊക്കെ മുക്കി നമ്മുടെ ചില്ലി ബജി കഴിക്കാൻ പോയതാണ്. അപ്പോൾ തന്നെ ഞാൻ അങ്ങ് താഴെ വെച്ചു. എന്നാന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, വളരെ സ്പൈസി ആയിട്ടുള്ള പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കിയ മുളക് ബജിയായിരുന്നു. ഭയങ്കര സ്പൈസി ആയിരുന്നു, നാക്കൊക്കെ അങ്ങ് പുകഞ്ഞു പോയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.